Hello dears, എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികൾക്കായിട്ട് ബ്രോക്കൺ വീറ്റ് ഉപയോഗിച്ച് 5 തരം കുറുക്കുകളുടെ റെസിപ്പീസ് ആണ്. ബ്രോക്കൺ വീറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ സൂചി ഗോതമ്പ്, നുറുക്കു ഗോതമ്പ്, ദലിയ എന്നിങ്ങനെ പല പേരുകളിലും വിളിക്കാറുണ്ട്. ഇത് കുട്ടികൾക്ക് ഒരു നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണ്. കാരണം ഇതിനകത്ത് ധാരാളം കാൽഷ്യം, വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, അയൺ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പലതരത്തിലും നമുക്ക് കുറുക്കാക്കി കുട്ടികൾക്ക് കൊടുക്കാം. അതിൽ 5 റെസിപ്പീസാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇത് എപ്പോൾ മുതലാണ് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 8 മാസം കഴിയുന്നത് തൊട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഈ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. റെസിപ്പീസ് കാണുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്ലീസ് ഒന്ന് പ്രസ് ചെയ്യാം. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. അപ്പം ആ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപ് ഇതുപോലെ ധാരാളം റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റൈസ് കൊണ്ടുള്ളത്, ഓട്സ് കൊണ്ടുള്ളത്, റാഗി കൊണ്ടുള്ളത്, അങ്ങനെ റവ കൊണ്ടുള്ളത് ധാരാളം റെസിപ്പീസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. തീർച്ചയായിട്ടും അതും കൂടി ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ 24 മന്ത്ര ഓർഗാനിക്കിൻ്റെ വീറ്റ് ദലിയയാണ്. വീറ്റ് ദലിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രോക്കൺ വീറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അല്പം വലിയ സൈസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വേവിക്കുകയാണെങ്കിൽ ചിലപ്പം അവർ കഴിച്ചു എന്ന് വരില്ല. മാത്രമല്ല അത് ഉണ്ടാക്കിയെടുക്കാനും അല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പം ശ്രദ്ധിക്കാനുള്ളത് വളരെ ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് 8 മാസം കഴിഞ്ഞാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മളെപ്പോഴും ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അല്പം തരികളോട് കൂടി തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇതൊരിക്കലും ഫൈൻ പൗഡറല്ല, ചെറിയ തരികളോട് തന്നെയാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കെന്നാൽ ഓരോ റെസിപ്പീസായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ കാണുന്നത് ഒരു ബേസിക് ബ്രോക്കൺ വീറ്റ് കുറുക്കാണ്. ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ചു വെച്ച ബ്രോക്കൺ വീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ടത് നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പ്രഷർ കുക്കറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ കൺവീനിയൻസിനനുസരിച്ചാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രഷർ കുക്കറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതല്ല നിങ്ങൾക്ക് പാൻ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കൂടും. അതുപോലെ തന്നെ സമയവും നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അല്പം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഇത് നമ്മളൊരു 2 to 3 മിനിറ്റ്സ് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്ത ശേഷം നമുക്കൊരു 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയ ശേഷം നമ്മുടെ കുക്കർ അടച്ചു വെച്ച് ഒരു 3 to 4 വിസിൽസ് വരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അല്പം പനം കർക്കണ്ട് വെള്ളത്തിൽ അരിച്ചെടുത്താണ്. പനം കർക്കണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം കരിപ്പട്ടിയും ചേർക്കാവുന്നതാണ്. കരിപ്പട്ടിയും പനം കർക്കണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ശർക്കരയും ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലോട്ട് ഒരല്പം നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമുക്കിത് കുട്ടികൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബ്രോക്കൺ വീറ്റ് കുറുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ തയ്യാറാക്കുന്നത് ബനാന ബ്രോക്കൺ വീറ്റ് കുറുക്കാണ്. ഇതിലേക്കായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ചു വെച്ച ബ്രോക്കൺ വീറ്റ് എടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് 2 to 3 മിനിറ്റ്സ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതൊന്ന് 3 to 4 വിസിൽസ് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ മധുരത്തിനായിട്ട് ചേർക്കുന്നത് ഒരു പഴമാണ്. അപ്പോൾ പഴം നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ച് അത് മാഷ് ചെയ്തെടുക്കുക. നമ്മൾ പഴം എപ്പോഴും കുറുക്കൊന്ന് ചെറുതായി തണുത്ത ശേഷം മാത്രം ചേർക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഒരു ഇളം ചൂട് ഉള്ള കുറുക്കിലോട്ട് മാത്രമേ നമ്മൾ ഈ പഴം ചേർക്കാനായിട്ട് പാടുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പം തന്നെ നമുക്കിത് കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബനാന ബ്രോക്കൺ വീറ്റ് കുറുക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബ്രോക്കൺ വീറ്റ് പായസം കുറുക്കാണ്. ഇത് ഞങ്ങളുടെ മോളുടെ ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രോക്കൺ വീറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ഇഷ്ടമാണ്. അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ നമ്മൾ പൊടിച്ച ബ്രോക്കൺ വീറ്റ് എടുത്തിട്ടുണ്ട്.
ഇതിലോട്ട് നമുക്കൊരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചേർക്കുന്നത് ഒരു 2 തുള്ളി നെയ്യാണ്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഏതാണ്ട് 3 to 4 വിസിൽസ് തന്നെയാണ്. ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ ചെയ്യുന്ന ഒരു ചട്ടിയിലാണ്. അതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്ത ബ്രോക്കൺ വീറ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നെയ്യും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ മധുരത്തിനായിട്ട് ചേർക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഞാനിവിടെ ഏതാണ്ട് ഒരു 1 ടേബിൾ സ്പൂൺ ശർക്കര അല്പം വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വരണ്ട് വരണം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരൽപ്പം ഏലക്ക പൊടിച്ചതാണ്. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇളം ചൂടോട് കൂടി തന്നെ നമുക്കത് സെർവ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബ്രോക്കൺ വീറ്റ് ഉപ്മാ കുറുക്കാണ്. ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച ബ്രോക്കൺ വീറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ബീൻസ്. നമ്മുടെ പീസിൻ്റെ, അതായത് ഫ്രഷ് പീസിൻ്റെ സീസൺ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പീസ് ചേർക്കാം. ഇവിടെ പീസ് കിട്ടാനില്ല ഇപ്പം, സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാനിവിടെ ബീൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഏതാണ്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരൽപ്പം നെയ്യും കൂടി ചേർത്ത് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്യാം. ഒരു 3 to 4 വിസിൽസ് തന്നെയാണ് ഇതിനും വേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മാഷർ ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി ചേർക്കുന്ന അല്പം ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ ചേർക്കുന്നത് നല്ലതാണ്, വയറിനൊക്കെ വളരെ നല്ലതാണ്. അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് അല്പം കൂടി നെയ്യാണ്. ഏതാണ്ട് ഒരു 1/4 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ആ കൺസിസ്റ്റൻസി നേരത്തെ പറഞ്ഞ പോലെ അല്പം കൂടി കട്ടിയാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു ഇളം ചൂടോടുകൂടി തന്നെ കുട്ടികൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രോക്കൺ വീറ്റ് ഉപ്മാ കുറുക്ക് തയ്യാറായി. ഇനി അടുത്ത റെസിപ്പി നമ്മൾ കാണുന്നത് ബ്രോക്കൺ വീറ്റ് കിച്ഡി ആണ്. അപ്പോൾ ഇതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ച ബ്രോക്കൺ വീറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്രഷർ കുക്കറിലോട്ട് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊരു 2 to 3 മിനിറ്റ്സ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബീൻസ്, അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ്,
അടുത്തതായിട്ട് ചേർക്കുന്നത് മൂങ് ദാലാണ്. നമ്മൾ പയറ് പരിപ്പെന്ന് പറയുന്നതാണ്. നമ്മൾ പരിപ്പൊക്കെ ഉണ്ടാക്കാറില്ലേ, ആ പരിപ്പ് അതൊരു 1 ടേബിൾ സ്പൂൺ ഞാൻ അല്പം വെള്ളത്തിൽ അരമണിക്കൂറോളം കുതിർത്തി വെച്ചിരുന്നതാണ് ചേർക്കുന്നത്. അതും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു പിഞ്ച് മതി. ഇനി ചേർക്കുന്നത് ഒരല്പം നെയ്യാണ്. അപ്പോൾ ഈ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കത് ഒന്ന് അടച്ചു വെച്ച് ഒരു 3 to 4 വിസിൽസ് വരെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ ഒരു പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലും ഓപ്ഷണലാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ ചേർക്കുന്നതുകൊണ്ട് വയറിനൊക്കെ നല്ലതാണ്, ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതും ഒരു ഇളം ചൂടോടുകൂടി തന്നെ കുട്ടികൾക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്രോക്കൺ വീറ്റ് കിച്ചടി കുറുക്കും തയ്യാറായി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ബൈ.